തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതികൾ കൂടുതലായി അവിടെ നിന്ന് വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം ഉടനെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും എന്നും വ്യക്തമാവുകയാണ്. അതത് ജില്ലകളിലെ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളെ അന്വേഷണം ഏൽപ്പിക്കാനാണ് സാധ്യത. തട്ടിപ്പിൽ NGO കോൺഫെഡറേഷൻ നേതാക്കൾ കൂടാതെ പ്രമുഖ BJP കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പുറത്തുവരുന്നു വാർത്തകളിലൂടെ. വിശദാംശങ്ങളുമായി ആദ്യം മാനസയാണ് ചേരുന്നത്. മാനസ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ ഈ അടുത്ത കാലത്ത് കേരളം കേട്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി ഈ പാതിവില തട്ടിപ്പ് കേസ് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ പല രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൂടുതൽ പരാതികൾ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്? പ്രിയ, അന്വേഷണം ഏതായാലും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി പരാതികൾ ലഭിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയായിരുന്നു നമുക്ക് ആദ്യമായി ലഭിച്ചത്. അതിൽ 10 സ്ത്രീകളാണ് പരാതിയുമായി ഉന്നയിച്ചതെങ്കിൽ ബാക്കി ദിവസേനയുള്ള അല്ലെങ്കിൽ ദിനം പ്രതി നിരവധി സ്ത്രീകൾ വീണ്ടും വീണ്ടും രംഗത്ത് എത്തുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടാകുന്നത്. നിലവിൽ വട്ടപ്പാറ, അതോടൊപ്പം തന്നെ പോത്തൻകോട്, ഈ കഴക്കൂട്ടം സ്റ്റേഷനുകളിലായി നിരവധി പരാതികൾ ലഭിച്ചു എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. നിലവിൽ 51 പരാതികളാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് ഈ ജില്ലയിൽ മാത്രം ലഭിച്ചിരിക്കുന്നത്. മംഗലപുരം സ്റ്റേഷനിൽ 2 പേരിൽ നിന്നായി 70,000 രൂപ തട്ടിയെന്നും ഒപ്പം തന്നെ ഈ കുളത്തൂർ സ്വദേശി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത് 62,000 രൂപയാണ് തന്നിൽ നിന്നും ഈടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 62,000 രൂപയാണ് ആളുകളിൽ നിന്നും വാങ്ങിക്കുന്നതെങ്കിൽ റെസിപ്റ്റിൽ അത് 56,000 രൂപയായി കാണിച്ചാണ് അവർക്ക് റെസിപ്റ്റ് നൽകുന്നത്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ആണ് വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ വിതരണവും പാതി വഴിയിൽ മുടങ്ങി. പിന്നീടാണ് സ്കൂട്ടർ വിതരണവുമായി രംഗത്ത് എത്തുന്നത്. അതും പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ്. നിരവധി ഇടങ്ങളിലായി ഇത്തരത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ, അതായത് നേരത്തെ പോത്തൻകോട് പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിൻ്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നത്. നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെയാണ് നിരവധി ഇടങ്ങളിലായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ജില്ലയിൽ 6 കോടി പണം നഷ്ടമായതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒപ്പം തന്നെ 961 പേർക്കാണ് ഇത്തരത്തിൽ തട്ടിപ്പ് 961 പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിൽ ഇരയായത് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ അന്വേഷണമൊക്കെയും ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. വിവിധ ജില്ലകളിലായത് ഓരോ ജില്ലകളിലും ഇത്തരത്തിൽ കണക്കുകൾ കൂടിക്കൂടി വരികയാണ്. തട്ടിപ്പിനിരയായവർ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഉടൻ അന്വേഷണം ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം IG-യുടെ മേൽനോട്ടത്തിലായിരിക്കും അതത് ജില്ലകളുടെ യൂണിറ്റുകളെ അന്വേഷണം ഏൽപ്പിക്കുക. ഒപ്പം തന്നെ ഒരേ തരത്തിലുള്ള തട്ടിപ്പ് ആയതിനാൽ തന്നെ എല്ലാ കേസുകളും ഏകോപിപ്പിക്കാനാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ NGO കോൺഫെഡറേഷൻ നേതാക്കൾ, ഒപ്പം തന്നെ പ്രമുഖ BJP കോൺഗ്രസ് നേതാക്കളും തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ജില്ലയിൽ പോത്തൻകോട് വെച്ച് നടന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിതരണത്തിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരനായിരുന്നു പങ്കെടുത്തത്. നിരവധി ഇടങ്ങളിലായി ഇത്തരത്തിൽ കോൺഗ്രസ് BJP നേതാക്കളാണ് പങ്കെടുത്തത് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കൈരളി ന്യൂസ് പുറത്ത് വിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെയും നേതാക്കൾക്ക് ഇത്തരത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അതിൻ്റെ പരിശോധനയും നടക്കുകയാണ്. ഒപ്പം തന്നെ തട്ടിപ്പിൽ വേറെയും ആളുകൾക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ
അന്വേഷിച്ചു വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് 56,000 രൂപ മുതൽ 60,000, 62,000 രൂപ വരെ ആളുകളിൽ നിന്ന് വാങ്ങിയെന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് 36,000 പേരിൽ നിന്നും തുക വാങ്ങിയെന്നും പുറത്തുവരുന്ന വിവരത്തിൽ പറയുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകളും ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി, 6 സന്നദ്ധ സംഘടനകൾ പരാതി നൽകി എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിലവിൽ ഇവിടെ നിരവധി പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രിയ.